പീപ്പിൾ ടി വി ഫോളോ അപ്പ് തമിഴ്നാട് കയ്യേറിയ ഇടുക്കിയിലെ കേരള തമിഴ്നാട് അതിർത്തിയിൽ റവന്യൂ വനം എക്സൈസ് ഉദ്യോഗസ്ഥരുടെ പരിശോധന. ചിന്നാർ പുഴയ്ക്കും വന്യജീവി സങ്കേതത്തിനും ഇടയിലുള്ള സ്ഥലം ആരുടേതെന്ന കാര്യത്തിൽ അവ്യക്തത നിലനിൽക്കുകയാണ്. തമിഴ്നാട് കേരള അതിർത്തിയിൽ തമിഴ്നാട് അനധികൃത സർവേ കല്ലും സ്തൂപവും സ്ഥാപിച്ചിരുന്നു. കേരള തമിഴ്നാട് അതിർത്തിയിൽ ഇടുക്കി ചിന്നാറിൽ തമിഴ്നാട് കേരള അതിർത്തി കയ്യേറി സർവേക്കല്ല് സ്ഥാപിച്ച വാർത്ത പീപ്പിൾ പുറത്തുവിട്ടതിനെ തുടർന്നാണ് സംഭവം അന്വേഷിക്കാൻ സർക്കാർ റവന്യൂ വനം എക്സൈസ് വകുപ്പുകളോട് നിർദ്ദേശം നൽകിയത്. ഇതനുസരിച്ച് ദേവികുളം സബ് കളക്ടർ, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ, അസിസ്റ്റന്റ് ഫോറസ്റ്റ് വാർഡൻ എന്നിവർ സ്ഥലത്ത് പരിശോധന നടത്തി. കേരളത്തിന്റേതല്ലാത്ത സർവേക്കല്ല് സ്ഥാപിച്ചിരിക്കുന്നതായും സംഘം ഉറപ്പുവരുത്തി. പ്രശ്നം ഉണ്ടെന്ന് പറയപ്പെടുന്ന കല്ല് തമിഴ്നാട് സർവേ ചെയ്തിട്ട കല്ലാണെന്നുള്ളതിന് തെളിവൊന്നുമില്ല. എങ്കിൽ കൂടി നമ്മുടെ ഒരു ഡിപ്പാർട്ട്മെന്റും ഇട്ട ഒരു കല്ലല്ല. അവിടെ അതിന്റെ മുകളിലായിട്ട് ഒരു ബോർഡ് ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെ ഒരു ബോർഡില്ല. ആ ബോർഡ് നശിപ്പിച്ച് അതിന്റെ അവസാനത്തെ ഭാഗം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ 8 വർഷം മുമ്പ് ഇവിടെ ഒരു തമിഴ്നാടിന്റെ ഡിപ്പാർട്ട്മെന്റുകൾ ചേർന്നൊരു സർവേ നടന്നു എന്നും പറയപ്പെടുന്നുണ്ട്. ചിന്നാർ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിന്റെ അതിർത്തിക്കും സംസ്ഥാന അതിർത്തിക്കുമിടയിൽ 5 മീറ്ററോളം വീതിയിൽ ഭൂമി ആരുടേതെന്ന് വ്യക്തമായ രേഖകളില്ലെന്നും പരിശോധനാ സംഘം കണ്ടെത്തി. സാങ്ച്വറിയുടെ ബൗണ്ടറിയും സ്റ്റേറ്റിന്റെ ബൗണ്ടറിയും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കൺഫ്യൂഷൻ എന്ന് പറയുന്നത്. സാങ്ച്വറിക്ക് 1984 തിരിച്ചു കൊടുത്തിരിക്കുന്ന മാപ്പ് പ്രകാരം അവരൊരു ജെൻഡ ഇട്ടിട്ടുണ്ട്. ഇത് ബൗണ്ടറി തുടരെ ജെൻഡ ഇട്ടിട്ടുണ്ട്. പക്ഷെ അതും ഈ പറഞ്ഞ ചിന്നാർ റിവറും തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിൽ ഇപ്പോൾ എൻക്രോച്ച്മെന്റ് ഒന്നും തന്നെ ഇല്ല. ആരും കയ്യേറിയിട്ടില്ല. ഒരു പുറത്തുനിന്നൊരു വ്യക്തിയോ ഒരു എന്തെങ്കിലും ഒരു നിർമ്മാണ പ്രവർത്തനമോ ഒന്നും തന്നെ ഇല്ല. ഈ ഒരു ചെറിയൊരു കല്ലൊഴിച്ചാൽ അത് മാത്രമാണ് നമുക്കൊരു കൺഫ്യൂഷൻ ഉള്ളത്. മാത്രമല്ല, ചിന്നാറിന് കുറുകെയുള്ള പാലത്തിന്റെ നിർമ്മാണ ഘട്ടത്തിൽ കേരളത്തിന്റെ അതിർത്തിയിൽ തമിഴ്നാട് നിയമവിരുദ്ധമായി സ്തൂപം നിർമ്മിച്ചിട്ടുണ്ടെന്നും സംഘത്തിന് ബോധ്യമായി. പീപ്പിൾ TV വാർത്ത ശരിവെക്കുന്നതാണ് സംഘത്തിന്റെ പ്രാഥമിക പരിശോധനാ ഫലം. ലെസ്ലി ജോൺ, ന്യൂസ് ബ്യൂറോ, ഇടുക്കി.